ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നേച്ചർ ഓഫ് ഡിബെഞ്ചർ, നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് പറയാൻ കാരണം എന്താണ്? നമ്മൾക്ക് വന്നിട്ട് ദാറ്റ് ഈസ് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഉപാധിയാണ് ഏത്? ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി. ഇങ്ങനെ ഡിബെഞ്ചേഴ്സ് വന്നിട്ട് കമ്പനി സീലോട് കൂടി വേണം എന്ത് ചെയ്യാൻ? ഇഷ്യൂ ചെയ്യാൻ. അല്ലാതെ ചുമ്മാ കയറി അങ്ങോട്ട് ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. ദാറ്റ് ഈസ് ഒഫീഷ്യലായിട്ട് കമ്പനിയുടെ സീലോട് കൂടിയിട്ട് വേണം, ഓതറൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇഷ്യൂ ചെയ്യാന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ എന്താ പറയുന്നത്? ഇറ്റ് ക്യാരീസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഡിബെഞ്ചേഴ്സിന് എപ്പോഴും എന്തുണ്ട്? ഫിക്സഡ് റേറ്റ് ഓഫ്, ലോണിനെ പോലെയാണ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കമ്പനിക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കമ്പനി എന്ത് ചെയ്തിരിക്കണം? ഈ ഇൻട്രസ്റ്റ് കൊടുക്കണം ഡിബെഞ്ചർ ഹോൾഡറിന്. ഇനി അടുത്തത് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് എ കോൺട്രാക്ട് ഫോർ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്. നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ലോണിനുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സും എന്തിനുണ്ട്? ഡിബെഞ്ചേഴ്സിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് എന്തായിരുന്നു? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇപ്പോൾ എത്ര വർഷത്തേക്കാണോ ഡിബെഞ്ചേഴ്സ് കമ്പനി ബോറോ ചെയ്യുന്നത്, അത്രയും വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പീരിയഡ്, സ്പെസിഫിക് പീരിയഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിബെഞ്ചർ എമൗണ്ട് എന്ത് ചെയ്യണം? റീപേയ്മെന്റ് ചെയ്യണം. ഇപ്പോൾ 5 ഇയേഴ്സ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആർക്ക് കൊടുക്കണം? ഡിബെഞ്ചർ ഹോൾഡർക്ക് റീപേയ്മെന്റ് ചെയ്യണം. ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യണം? റീപേയ്മെന്റ് ചെയ്യണം. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദ കമ്പനി. നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ മോഡ്ഗേജ് ചെയ്യുന്ന പോലെ ലോണിൽ എന്തെങ്കിലും പണയം വെക്കാറുണ്ട് ഇല്ലേ? എന്തെങ്കിലും അസറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഡിബെഞ്ചേഴ്സ് എടുക്കുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യണം? കമ്പനിയുടെ അസറ്റ് ആ ഡിബെഞ്ചറുടെ മുകളിൽ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ദാറ്റ് ഈസ് മോഡ്ഗേജ് ചെയ്യണം, പണയപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പം ആ കറക്റ്റ് സമയമാകുമ്പോൾ ഇപ്പം 5 വർഷത്തെ ഡിബെഞ്ചേഴ്സ് ആണെന്ന് വെക്കുക. 5 ലക്ഷം രൂപയുടെ ഡിബെഞ്ചേഴ്സ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ബോറോ ചെയ്തിട്ടുണ്ട് പബ്ലിക് ഡെത്തിന്. 5 ഇയേഴ്സ് ആയിട്ട് കമ്പനിക്ക് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ ഈ മോഡ്ഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അസറ്റ് വിറ്റിട്ട് അതെന്ത് ചെയ്യണം? ആ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അസറ്റ് എന്ത് ചെയ്യുന്നത്? മോഡ്ഗേജ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഡിബെഞ്ചറിൽ എന്ത് ചെയ്യണം? ലോണിനെ പോലെ തന്നെയാണ് എന്ത് ചെയ്യണം? മോഡ്ഗേജ് ഉണ്ട്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ ആ ഫിക്സഡ് പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റീപേയ്മെന്റ് ചെയ്യണം. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സും ഏതിനും ഉണ്ട്? ഡിബെഞ്ചേഴ്സിനും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ് എ ലോൺ ക്യാപിറ്റൽ. ഡിബെഞ്ചേഴ്സ് പറയുന്നത് കമ്പനിയുടെ എന്താണ്? ലോൺ ക്യാപിറ്റൽ ആണ്. കമ്പനിക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഓണേഴ്സ് ക്യാപിറ്റൽ, മറ്റേത് ലോൺ ക്യാപിറ്റൽ. ഓണേഴ്സ് ക്യാപിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ഓണേഴ്സ് ക്യാപിറ്റലും. ഡിബെഞ്ചേഴ്സ് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബോറോ ചെയ്ത് വെച്ച എമൗണ്ട് ആണ്, ബോറോ ചെയ്തുള്ള ഫണ്ടാണ്. അത് കാരണമാണ് അതിനെ ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് റീപെയ്ഡ് ആഫ്റ്റർ എ ലോങ് പീരിയഡ്, ഹെൻസ് ഇറ്റ് ഈസ് എ ലോങ് ടേം ഫൈനാൻസ്. ഇപ്പോൾ ഡിബെഞ്ചേഴ്സ് പറയുന്നത് ഒരു ലോങ് ടേം ഫണ്ടാണ്. നമ്മളിപ്പോൾ ദാറ്റ് ഈസ് 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ അല്ല ഡിബെഞ്ചേഴ്സ് യൂഷ്വലി ഇഷ്യൂ ചെയ്യുന്നത്. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഫോർ എ ലോങ് പീരിയഡ് ആണ്. 3 ഇയേഴ്സ്, 5 ഇയേഴ്സ്, 10 ഇയേഴ്സ്. ചില ഡിബെഞ്ചേഴ്സ് കമ്പനിയുടെ ലൈഫ് ലോങ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനി അടച്ചു പൂട്ടുമ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ലൈഫ് ലോങ് യൂസ് ചെയ്യുന്ന ഡിബെഞ്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിബെഞ്ചേഴ്സിനെ എന്താ പറയുന്നത്? ലോങ് ടേം ഫിനാൻസ് എന്ന് പറയാൻ കാരണം. ബേസിക്കലി അപ്പോൾ ഡിബെഞ്ചേഴ്സ് വന്ന് യൂഷ്വലി ഫോർ എ ലോങ് പീരിയഡിനാണ് എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ് എടുക്കുന്നത്. അത് കാരണമാണ് അതിനെ ലോങ് ടേം ഫൈനാൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ക്ലിയർ ആയോ?